വിഷത്തിലേക്ക് വരാം, ചന്തയിലേക്ക് വരാം. അതായത് മസ്താനി 100% എവിക്റ്റായി പോകുന്നു എനിക്ക് ഉറപ്പായിരുന്നു. എനിക്കെന്നല്ല, ഒട്ടുമിക്ക പ്രേക്ഷകർക്ക് ഉറപ്പാണ്. കാരണം ആഗ്രഹിച്ച ദിവസമായി ഈ കഴിഞ്ഞ ആഴ്ചയിലെ അവളുടെ പെർഫോമൻസ് വെച്ച് അതും ഈ ആഴ്ച തന്നെ അത് സംഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും ചോദിച്ചു വാങ്ങിച്ചതാണ്. അതായത് അപ്പാനി ഇഷ്ടമല്ല ഇവക്ക്, ശരി, ഇഷ്ടപ്പെടണ്ട, ഇഷ്ടപ്പെടാൻ നമുക്ക് പറയാൻ. പക്ഷെ ഒരാളെ വിറ്റായി പോകുമ്പോൾ കാണിക്കേണ്ട മിനിമം മാനേഴ്സ് ഉണ്ട്. മിനിമം മാനേഴ്സ്. ഇതേ കൂതറയാണല്ലോ അവിടെ നിന്ന് പറഞ്ഞത്, അപ്പാനിയെ കൊണ്ട് ഞാൻ തല്ലിച്ച് അപ്പാനിയെ പുറത്താക്കി. അപ്പൊ നീ പറഞ്ഞ അത്രയും വിവരക്കേടുന്ന അവിടെ വേറെ കാണിച്ചിട്ടില്ല. അപ്പാനി ഇപ്പൊ നിന്നെ ചീത്ത വിളിച്ചെങ്കിൽ തന്നെ അതിനേക്കാൾ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ഇവിടെ വിളിച്ച് പോയിട്ടുണ്ട്. പിന്നെ മസ്താനി എന്ന് പറയുന്ന ഇവള് അവിടെ എത്ര പേർക്കെതിരെ മോശപ്പെട്ട ആംഗ്യങ്ങൾ കാണിക്കുകയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ മോശമാക്കുന്ന രീതിയിൽ പോലും ഈ മസ്താനി സംസാരിച്ച് വെച്ചിട്ടുണ്ട്. പുച്ഛം മാത്രമല്ല, അതായത് ഇവള് മറ്റുള്ള ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിനെ വൃത്തികെട്ട രീതിയിൽ അവിടെ വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അനീഷിന്റെ ഡിവോഴ്സ് കേസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അതായത് പുറത്ത് അനീഷിന്റെ വൈഫിനോട് പോലും ആൾക്കാർ ചോദിക്കും നിങ്ങൾ തമ്മിൽ എന്താ, അതായത് ഈ തോട്ടും ഈ വിഷയങ്ങളെല്ലാം മറന്നു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അനീഷിന്റെ വൈഫിന്റെ കാര്യമൊക്കെ മറന്ന ആൾക്കാരുണ്ടാവും. അവര് പോലും അനീഷിനെ അല്ല, അനീഷിന്റെ അടുത്ത് വൈഫിന്റെ അടുത്ത് പോലും ചോദിച്ചിട്ടുണ്ടാവും, അനീഷിന്റെ എക്സ് വൈഫിനോട് പോലും ചോദിച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ടും അനീഷിന്റെ ഫാമിലി ഇത് ബാധിച്ചിട്ടുണ്ടാവും. ഇനി റെന ഫാത്തിമയുടെ ബോയ്ഫ്രണ്ടിനെ പറ്റി നീ പറഞ്ഞിരുന്നു, അപ്പാന്റെ വൈഫിനെ പറ്റി നീ പറഞ്ഞിരുന്നു. അപ്പാന്റെ വൈഫ് അവിടെ പ്രഗ്നന്റ് ആണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ പ്രഗ്നന്റ് ആകുന്ന ഒരു ലേഡിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലായിരിക്കും. പക്ഷേ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഈ മോളെ. ഇനിയിപ്പോ മസ്താനി മറ്റുള്ള ആൾക്കാരുടെ കുടുംബത്തിൽ കയറി പറയുമ്പോഴത്തേക്കും നിന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ, അല്ലേ? അപ്പൊ അത് നിന്റെ കുടുംബത്തിൽ ആൾക്കാർ കൊള്ളരായ്മ കൊണ്ടാണ് നിന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായത് പ്രേക്ഷകർ ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മറുചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ഉത്തരം പറയും? അപ്പൊ നീ എന്താ കാണിച്ച അവിടെ വൃത്തികെട്ട ഗെയിം അവിടെ കാണിച്ചിട്ടുണ്ട്. നിന്റെ എവിക്ഷൻ കൃത്യമായിരുന്നു, പോകേണ്ടതായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വെറും ചന്ത സ്വഭാവം വിഷമാണ് കളിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് പ്രേക്ഷകർക്ക് ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം അത് ലാലേട്ടൻ ഇപ്പോൾ മസ്താനി എവിക്റ്റ് ആയ സമയത്ത് ലാലേട്ടൻ മസ്താനിയോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ കേട്ടപ്പോൾ പറയും, ആ മനുഷ്യന് പോലും മസ്താനിയെ തീരെ ഇഷ്ടമേ അല്ലായിരുന്നു. ഒരു രീതിയിലുള്ള സപ്പോർട്ട് പോലും ചെയ്യുന്നില്ല ലാലേട്ടൻ. ലാലേട്ടൻ പോലും ടൂക്കുക, അത് എല്ലാവരും ടൂക്കുക. അതായത് പിന്നെ ആര്യൻ എന്റെ ഫോനെ നീ ചെയ്ത് നന്നായെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ആരും എതിർക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കാണുമായിരിക്കും. ലക്ഷ്മി, അതായത് ഈ അപ്പാനി എവിക്റ്റായപ്പോഴത്തേക്കും മസ്താനി തിരിച്ചാഘോഷിച്ചല്ലോ. അപ്പൊ മസ്താനി ഇപ്പൊ കാണിച്ചത് ആരും കാണിച്ചത് സെയിം അല്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു വ്യത്യാസമുണ്ട്. മസ്താനി കാണിച്ച ആ ചെറ്റ ഷോ ഉണ്ടല്ലോ, ആ ഊള ഷോ ഉണ്ടല്ലോ, അത് ആരും എന്ത് ചെയ്യാൻ റിവെഞ്ച് എടുത്തു. അവൻ റീക്രിയേറ്റ് ചെയ്തു. അവസാനം മസ്താനി ആ സാധനം റീക്രിയേറ്റ് ചെയ്തു, റിവെഞ്ച് എടുത്തു, നന്നായി പോയി. അതെ, അക്ബർ വന്നു, ബിന്നി വന്നു, റെന വന്നു, ജിസേൽ അല്ല. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ആരും അവിടെ മുഖംമൂടി എടുത്തിട്ട് വന്നിട്ട് തുള്ളിയത്. നിനക്കത് വേണം, കാരണം അതിന്റെ വില നീ മനസ്സിലാവണം. ഒരാളെ വിക്റ്റായി പോകുമ്പോഴത്തേക്ക് ഇമാതിരി എല്ലാവരും പെരുമാറേണ്ടത് അത് നീ മനസ്സിലാക്കാനായിരുന്നു. ഇനി മസ്താനിയുടെ എവിക്ഷനിൽ ഇറങ്ങി പോക്കല് 2 ആഴ്ച നീ എന്തൊക്കെയോ മലമറിക്കുന്നു പറഞ്ഞാൽ കയറി പോയത് അല്ലേ? ബിന്നി എടുത്ത് ഡയലോഗ് അടിക്കുന്നൊക്കെ അവളുടെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ട്. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിനക്ക് മനസ്സിലാവുന്നു. നീ പുറത്തിറങ്ങുമല്ലോ, മസ്താനി പുറത്തിറങ്ങുമല്ലോ. നീ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവും, നീ എന്തൊക്കെ വൃത്തികേടാണ് അവിടെ കാണിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് വരും നമ്മൾ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഓൾറെഡി എയർപോർട്ടിൽ പ്രവീണും മസ്താനിയും വന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്തായാലും ആൾക്കാർ പിടിച്ച് ഊക്കി പൊളിച്ച് വിട്ടോളും. അതിനകത്ത് ഒരു സംശയം വേണ്ട. വെയിറ്റ് ആൻഡ് വാച്ച്.